നമുക്കൊന്ന് പത്മനാഭസ്വാമി ക്ഷേത്രം വരെ പോയിട്ട് വന്നാലോ? എൻ്റെ എഡിറ്റിംഗ് എങ്ങനെയുണ്ട്? ഞാനിന്ന് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സിൽ ഒരാളായിട്ടാണ്. ആളുമായിട്ട് ചിലർ നമ്മളടുത്തുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര കംഫർട്ടായിരിക്കൂലേ, അതുപോലെയാണ് ഇയാൾ എൻ്റെ അടുത്തുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര കംഫർട്ടാണ്. ഞാൻ രണ്ടാമത്തെ വട്ടമാണ് ഇപ്പോൾ ഇയാളുമായിട്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോകണം. ഭയങ്കര കാമായിട്ട് ഭയങ്കര സന്തോഷത്തോടെയാണ് 2 തവണയും അമ്പലത്തിൽ പോയി തൊഴുതു വരാൻ കഴിഞ്ഞത്. നമ്മൾ വിചാരിച്ച അത്ര തിരക്കൊന്നും ഇല്ലായിരുന്നു. വെളിയിൽ പോയി മുല്ലപ്പൂ, അമ്പലത്തിൽ പോയി സാരി ഉടുത്താൽ പിന്നെ മുല്ലപ്പൂ മസ്റ്റാണല്ലോ. അങ്ങനെ വെളിയിൽ പോയി മുല്ലപ്പൂ വാങ്ങി പൈസ കിട്ടപ്പം ഞെട്ടി. ഒരു മുഴം പൂവിന് അവിടെ 80 രൂപയാണ്. തൊട്ടപ്പുറത്ത് ചാലയിൽ പോയിരുന്നെങ്കിൽ കുറച്ചുകൂടെ വിലക്കുറവിൽ കിട്ടിയേനെ. എന്തായാലും സാരി ഉടുത്താൽ പിന്നെ മുല്ലപ്പൂ മസ്റ്റാണല്ലോ. അങ്ങനെ പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം. അങ്ങനെ വളരെ സന്തോഷത്തോടുകൂടി പൂവൊക്കെ ചൂടി നമ്മൾ നേരെ നമ്മളെ പത്മനാഭനെ കാണാൻ പോയി. കണ്ട് തിരിച്ചു വന്നപ്പോൾ അവിടെ കുറച്ച് ഡാൻസേഴ്സ് പിള്ളേർ നിന്നേ. അവരിൽ ഒരാൾ കൃഷ്ണൻ്റെ വേഷമൊക്കെ ധരിച്ച് നിന്ന്. ടുട്ടൂനാണെങ്കിൽ കൃഷ്ണൻ എന്ന് വെച്ചാൽ ജീവനാണ്. അവൾ പിന്നെ അവരുടെ അടുത്ത് നിന്ന് ഫോട്ടോ എടുത്ത് അവരെ എടുത്ത് വളരെ നല്ലൊരു കുട്ടിയായിരുന്നു. നന്നായിട്ട് ഒരുങ്ങിയിട്ടും ഉണ്ടായിരുന്നു ആൾ. പിന്നെ നമ്മൾ സുഡ ഇഡലി ഷോപ്പിൽ പോയി. ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. എൻ്റെ അമ്മോ, ചുമ്മാ ഹൈപ്പ് പറയല്ല കേട്ടോ. നമ്മൾ വാങ്ങിയ ഈ 3 സാധനങ്ങളാണ് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു, പറയാതിരിക്കാൻ വയ്യ. അവിടെ വെജിറ്റേറിയൻ മാത്രമേ ഉള്ളൂ. പിന്നെ ആ ബണ്ണിൽ പാലൊഴിച്ച സംഭവം ഈ സാധനം എനിക്കും എൻ്റെ ഫ്രണ്ടിനും അത്ര ഇഷ്ടപ്പെട്ടില്ല. ചിലപ്പോൾ നമുക്ക് ടേസ്റ്റ് ഇഷ്ടപ്പെടാത്തതുകൊണ്ടായിരിക്കും. പിന്നെ എൻ്റെ ഫ്രണ്ട് എന്നെ വീട്ടിലാക്കിയിട്ട് ടാറ്റാ ബൈ പറഞ്ഞ് പോയി. അപ്പം അത്രയേ ഉള്ളൂ.